CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പാർട്ടി കോൺഗ്രസ് പൂർത്തിയാകും. അതിനിടയിൽ നമ്മളൊരാളെ പരിചയപ്പെടുകയാണ് ഉണ്ടായത്. എൻ്റെ കൂടെ ഉള്ളത് സജിയാണ്. അദ്ദേഹം ഛത്തീസ്ഗഡിലെ CPIയുടെ പാർട്ടി സെക്രട്ടറിയാണ്. മലയാളിയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സാധാരണ ആ നാട്ടിലെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ഭാഷ കൂടുതലായി സംസാരിക്കുന്ന ആളുകളായിരിക്കും സാധാരണ സെക്രട്ടറിമാരായി വരിക. എന്നാൽ ഒരു മലയാളിയാണ് ഛത്തീസ്ഗഡിൽ CPIയുടെ സെക്രട്ടറി ആയിട്ടുള്ളത്. എവിടെയാണ്, നാട്ടിലെവിടെയാണ് സ്വദേശം? നാട്ടിൽ മാവേലിക്കര, ചെന്നിത്തല, പിന്നെ കുടുംബ വീട്. പിന്നെ ആക്ച്വലി എൻ്റെ വീട് കൊട്ടാരക്കര ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ വെട്ടിയിർക്കാവും. എങ്ങനെയാണ് CPIയുടെ ഛത്തീസ്ഗഡിലെ സെക്രട്ടറിയായി മാറുന്നത്? ഞാൻ 37 ഇയേഴ്സ് ബിഫോർ നമ്മൾ പാർട്ടിയുടെ മെമ്പർഷിപ്പാണ്. AITUCയിലായിരുന്നു, പാർട്ടിയിലുണ്ടായിരുന്നു, പാർട്ടി ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരുന്നു, പിന്നെ പാർട്ടിയുടെ ഇൻചാർജ് ആയിരുന്നു. പിന്നെ ഈ പ്രാവശ്യം സെക്രട്ടറി തിരഞ്ഞെടുത്ത് തന്നെ. എങ്ങനെ പോകണം അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം? പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റ് മേഖലയാണ് അവിടെ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല? മാവോയിസ്റ്റ് മേഖലയാണ്, പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ടി പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ജനസംഘടന എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇച്ചിരി ഒതുക്കിയിട്ടുണ്ട് അവർ, പോലീസുകാർ, ഫോഴ്സസൊക്കെ. പിന്നെ ഇപ്പം കൂടുതലായിട്ട് ഒരു എല്ലാ 5 കിലോമീറ്ററിലും പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട്, എവറി 5 കിലോമീറ്റർ. മറ്റു മലയാളികൾ അവിടെ ഉണ്ടോ കൂടെ പാർട്ടിയിൽ? അങ്ങനെ ഉണ്ട്. മലയാളികൾ അങ്ങനെ പാർട്ടിയുടെ കൂടെ ആരും ഇല്ല കൂടുതലായിട്ട്. ഫസ്റ്റ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന NMDCയിലാണ് ജോലി ചെയ്ത് റിട്ടയറായി 2 വർഷമായി. അപ്പോൾ ആദ്യമൊക്കെ മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ എല്ലാം റിട്ടയറായി നാട്ടിൽ പോയി. മലയാളികളുണ്ട്, പക്ഷേ പാർട്ടിയുടെ കൂടെ അങ്ങനെ മലയാളികളില്ല. നമ്മൾ ഒറ്റയാളായിരുന്നു. ഈ പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ മാവോയിസ്റ്റ് മേഖലയിലെ ഒരു ഇത്? ഞങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ട്. കൂടുതൽ ഇൻസൈഡിൽ പോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഫോഴ്സ് തന്നെ നമ്മൾക്ക് പോകാൻ ബാധിക്കും. നമ്മളെ ആ ഇൻസൈഡൊന്നും പോകല്ലേ, അല്ലെങ്കിൽ റിസ്ക് ആകും, അതൊക്കെ പറഞ്ഞിട്ട് ഇൻസൈഡൊന്നും കൂടുതൽ ഇൻസൈഡിൽ പോകത്തില്ല. പക്ഷേ ഏകദേശം ഞങ്ങൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും കവർ ചെയ്യുന്നുണ്ട്. ഈ ഛത്തീസ്ഗഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്തയിൽ ഇടം പിടിച്ചത് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്നൊരു പാർട്ടിയുടെ ഇടപെടലുകൾ എങ്ങനെയാണ്? കന്യാസ്ത്രീയുടെ ഇഷ്യൂ ഞങ്ങൾ തന്നെ ടേക്കപ്പ് ചെയ്ത്. നാരായൺപൂരിലെ ഇഷ്യൂ ആയിരുന്നു. ആ 3 പെണ്ണുങ്ങളെ കൊണ്ടുപോയായിരുന്നു ആഗ്ര. അപ്പം അവിടെ ബജരംഗ് ദളുകാർ പിടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോവുക, വിൽക്കാൻ കൊണ്ടുപോവുക, മാനവ തസ്കരി എന്ന് പറയാൻ ഇന്ത്യയിൽ. പിന്നെ ധർമാന്തരൻ അങ്ങനെ കൊണ്ടുപോകാമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവരുടെ വീട്ടുകാരുടെ ചോദിച്ചിട്ട് തന്നെ കൊണ്ടുപോകുമായിരുന്നു അവർ. പിന്നെ ആ ഇഷ്യൂ ആയിട്ട് പിന്നെ ആ ബജരംഗ് ദളുകാർ ആ പെണ്ണുങ്ങളൊക്കെ അടിച്ച് ഒത്തിരി. പിന്നെ ഞങ്ങൾ FIR ചെയ്യാൻ ഇതുവരെ FIR ആയിട്ടില്ല. BJP ഗവൺമെൻറ്റല്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് 2 പാർട്ടിയുടെ MP, നമ്മുടെ ഇൻചാർജ്, പിന്നെ സുമീർ, പിന്നെ വേറെ പാർട്ടി, പിന്നെ എനി രാജ, വൃന്ദ കറാത്ത്, അവരെല്ലാവരും വന്നായിരുന്നു. പിന്നെ ഈ പെണ്ണുങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അതിനകത്ത് അവർക്ക് ജാമ്യം കിട്ടിയത്. കേസ് ഇപ്പോൾ നടക്കുക. പിന്നെ ഇതുവരെ FIR ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ആ പെണ്ണുങ്ങളെയും കൊണ്ട് മഹിളാ ആയോഗ് ഛത്തീസ്ഗഡിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് ഇപ്പോൾ നടക്കുക. ഇനി അടുത്ത മാസം പിന്നെ അതിൻ്റെ ഹിയറിംഗ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നാരായൺപൂരിൽ പോയിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഭയങ്കര റാലിയൊക്കെ ആയിരുന്നു. 5000 ആൾക്കാരുടെ റാലിയൊക്കെ ആയിരുന്നു. അവിടെ ചെന്നിട്ട് സന്തോഷ് കുമാർ പറഞ്ഞു, 1 മാസം FIR ആയില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കും, ഇങ്ങനെ ഒരു ത്രെട്ട് കൊടുത്തിട്ട് വന്നേക്കുക. പാർട്ടി കോൺഗ്രസ് അവസാനിക്കുകയാണ്, അവസാന ദിവസമാണ്. എങ്ങനെ ഉണ്ടായി കഴിഞ്ഞ 5 ദിവസത്തെ ഒരു? നല്ല പാർട്ടി കോൺഗ്രസ്. പഞ്ചാബുകാർ നല്ലോണം എല്ലാ കാര്യവും ചെയ്തു. എവറിത്തിങ് ഈസ് അല്ല. അവസാനമായിട്ട് നാട്ടിലേക്ക് പോകാറുണ്ടോ അതോ എങ്ങനെയാണ്? എവറി ഇയർ എൻ്റെ അമ്മ അവിടെ തന്നെ, അനിയനും ഫാമിലി എല്ലാവരും അവിടെ തന്നെ, എൻ്റെ പെങ്ങൾ തിരുവനന്തപുരത്ത്. അപ്പോൾ നാട്ടിലൊക്കെ പോകും ഞങ്ങൾ. സജി എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. പാർട്ടി കോൺഗ്രസിൽ 5 ദിവസവും പങ്കെടുത്തു. അതോടൊപ്പം തന്നെ പഞ്ചാബുകാരുടെ സ്നേഹവും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. അവിടുത്തെ പാർട്ടി പ്രവർത്തനമെല്ലാം ഭംഗിയായി തന്നെ സജി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ.